ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു മണിക്കൂർ മുമ്പ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 52 സെക്കൻഡ് മാത്രമാണ് ഉള്ളത്. നാളെയാണ് സിനിമ വരുന്നത്. പടം വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ, നാളെ ലോക എന്ന് പറഞ്ഞ സിനിമ കൂടെ റിലീസ് ആവുകയാണ്. ഇതിൽ ഏതിന് പോകും എന്നുള്ളൊരു കൺഫ്യൂഷനും അവിടെ ഉണ്ട്. പൊതുവേ ലാലേട്ടൻ്റെ ഒരു പടം വരുമ്പോൾ ആ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും എന്തായാലും നമുക്ക് റിയാക്ഷൻ ചെയ്തതിന് ശേഷം സംസാരിക്കുന്നതല്ലേ ബെറ്റർ. അപ്പൊ കണ്ടോക്കാലേ. റെഡി. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിൻ്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ചതറി പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? അതെന്താ അവസ്ഥ? ആ അവസ്ഥയിലാണ് ഞാൻ. ഒരു പ്രാവശ്യം പറയൂ. ഇല്ല. അവള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയേനേന്ന്. അങ്ങനെയൊന്നുമില്ല. ലാൽ ലു അലക്സ്. ഈശ്വര, വൈ ബട്ട് വൈ ലാലേട്ടൻ, ബട്ട് വൈ? ഒരു മോഹൻലാൽ സത്യനന്ദിക്കാട് മൂവി, ആ ഒരൊറ്റ ടൈലയിൽ തന്നെ നിൽക്കും എന്നാണ് തോന്നുന്നത് ഈ സിനിമ. വെച്ചാൽ അത് മോശമായിട്ടല്ല പറഞ്ഞത്, എന്നാൽ ഭയങ്കര പോസിറ്റീവായിട്ടല്ല പറഞ്ഞത്. എങ്ങനെയുണ്ട് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള, നമുക്ക് വളരെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം തന്നെ ആയിരിക്കും ഈ സിനിമ. അതിനപ്പുറത്തേക്ക് ഒരു ഇതുണ്ടാവുന്നൊന്നും തോന്നുന്നില്ല. ഇപ്പൊ പല ആളുകളും ഇത് പിന്നെയും പറയാൻ കാരണം, തുടരും സിനിമ പോലെ ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് അതൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെയൊന്നും പ്രതീക്ഷ നമ്മൾ പോകുന്നില്ല. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇത് ഓക്കെ ട്രെയിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ രസമുണ്ട് ഇതിന്റെ ടീസർ. ബോറൊന്നുമല്ല പറയണത്. നമ്മൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതന്നെ കാണുമ്പോൾ ഒരു ഇത് വിരസത ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ലാലേട്ടൻ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഉദയനാണ് താരത്തിലെ ലാലേട്ടൻ്റെ ആ ഒരു ലുക്കും ആ ഒരു പെർഫോമൻസും അതുപോലെ തോന്നി എനിക്ക്. തുടക്കത്തിലെ കഥ ഇങ്ങനെ പറഞ്ഞ സംഭവം, അത് പഴയ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത. അത്തരം ഡയലോഗ് അത് അങ്ങനെ ഡെലിവറി ചെയ്യുക, ആ ഡയലോഗ് പറയുന്നതിൽ പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യനന്ദിക്കാട് പണ്ട് ലാലേട്ടനെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണോ അതേപോലത്തെ ലാലേട്ടനെ വീണ്ടും ഇന്നത്തെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പടം ആകാനാണ് സാധ്യത ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വത്തിൽ പുള്ളി മാത്രമല്ല ചെക്കൻ കയറി കൊടുത്തും, അത് ലാലേട്ടൻ മാത്രമല്ല നമ്മുടെ അക്കൻ കയറി കൊടുത്തും തോന്നുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ അവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു കഥാപാത്രമാകാനാണ് സാധ്യത. ഇപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ പോലെ കാണിക്കുന്നുണ്ട് മാളവിക മോഹൻ. അപ്പോൾ മാളവിക മോഹന്റെ എന്തെങ്കിലും എൻഗേജ്മെന്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം അതിലേക്ക് വരുന്നതോ അത് മുടങ്ങുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ഇവർ തമ്മിലുള്ള പ്രണയമോ ഒക്കെ ആകില്ലേ എന്നൊരു തോന്നൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടുന്ന ഒരു കഥാപാത്രം. അത് അവരുടെ ആരെങ്കിലും ആണോ, അതല്ല വേറൊരു ബന്ധമില്ലാത്ത ആളാണോ, പിന്നീട് ബന്ധം വരുന്നതാണോ, അതൊന്നും അറിയില്ല. ബട്ട് അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ലാലേട്ടന്റെ എന്ന് തന്നെ തോന്നുന്നുണ്ട്. പ്ലസ് അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും രസകരമായിട്ടുള്ള ചില സംഗതികളും അറിയാലോ, ഇങ്ങനെ പല തോന്നുന്നുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ അത്തരത്തിലൊരു അവർ തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട്, അവിടെയുള്ള ആളുകളായിട്ടുണ്ടാകുന്ന ചില രസകരമായിട്ടുള്ള ചില മൊമെന്റ്സ്, ചിലപ്പോൾ ഒരു പക്ഷേ ചില ആളുകളുടെ ഫീലിങ്സ്, അവരുടെ ചില വല്ലാത്തൊരു മൊമെന്റ്, അത് ലാലേട്ടൻ കാരണം മാറ്റിയെടുക്കുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും ഇവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രണയവും ഇതെല്ലാം പറഞ്ഞു പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം. മാളവിക മോഹന്റെ അനിയനായിരിക്കാം മേ ബി നമ്മുടെ ചെക്കൻ.
അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു സംഭവമായിട്ടാണ് എനിക്കെന്തോ ഫീൽ ചെയ്യുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു സത്യനന്ദിക്കാട് എലമെന്റ് എന്തായാലും അതിലുണ്ടാവും, ഒരു ടച്ച് അതിലുണ്ടാവും. ലാലേട്ടനിസം എന്നതിനേക്കാൾ ഉപരി സത്യനന്ദിക്കാട് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഉണ്ട്, പ്രസൻസ് കൊണ്ടല്ലെങ്കിൽ പോലും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവര് മ്യൂസിക് ആണെങ്കിലും വളരെ രസമായിട്ടുള്ള മ്യൂസിക്കാണ്. പ്ലസ് ഇവര് ആ തുടക്കത്തിൽ സാധനം കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ മ്യൂസിക് കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും കയറ്റി ഇറക്കുകയും ചെയ്യാതെ. അത് മാത്രമല്ല ഫോണിൽ സംസാരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അങ്കിളിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ല കുറച്ചുകൂടി ഭംഗിയുള്ള അച്ഛനെ കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അതുപോലെ തന്നേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ നൈറ്റിൽ ഒരു ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടി ഫോൺ കോൾ ചെയ്യുന്നു, അതിലിങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നു, അത്തരത്തിലുള്ള ഫീലൊക്കെ വന്നു. അപ്പൊ അതാ പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം കൂടി ആവാനാണ് സാധ്യത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക അതുകൂടെ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഒരു ലാലേട്ടൻ പടം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇപ്പോഴത്തെ സമയത്ത് ലാലേട്ടൻ ഭയങ്കരമായിട്ടുള്ള ടോപ്പിൽ കയറി നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഒരു സിനിമ ഒപ്പം വരിക, അതിൽ പറയത്തക്ക ഒരു സ്റ്റാറിന്റെ ചോദിച്ചാൽ ഇല്ല. നെസ്ലിൻ ഉണ്ട്, ഓക്കെ, പക്ഷെ ആ ഒരു സീനിയർ ആക്ടറോ ഒന്നുമല്ല. നമ്മൾ നെസ്ലിൻ ആയതുകൊണ്ട് പടം കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് വളരെ കുറവന്നെ ഉള്ളൂ. കല്യാണി പ്രിയദർശൻ ആണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റാർ അല്ല. പലപ്പോഴും ട്രോളുകൾക്ക് ഇരയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ആകെ പറയാനുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ദുൽഖർ സൽമാൻ, DQ പ്രസന്റ്, വേഫർ ഫിലിംസ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ പേരാണ്. അങ്ങനെയുള്ളൊരു സിനിമ ഇത്രയും ഹൈപ്പിൽ, ഒരു പക്ഷേ ഹൃദയപൂർവ്വത്തിനേക്കാൾ ഹൈപ്പിലേക്ക് ഒറ്റടി കയറിയിട്ടില്ലേ? പലരുടെ ഉള്ളിലും ഹൃദയപൂർവ്വത്തിന് മുകളിൽ അത് കാണുന്നില്ലേ തോന്നിയിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ സിനിമ ഭയങ്കരമായിട്ട് വന്നാൽ തന്നെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഓണം വിന്നർ ആരാകും എന്നുള്ള ചോദ്യം കൂടെ ഇവിടെ ഉണ്ട്. 2 സിനിമയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഹൃദയപൂർവ്വം ഭയങ്കരം തന്നെ അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ലാലേട്ടനെ പോലെ ഒരു ആക്ടറിനോട് മുട്ടി നിൽക്കാൻ ഒരു പടം ആ സമയത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പോലും, പടം ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണെന്നുള്ളത്. പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് ഹൈപ്പ് കൊണ്ടെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പിന്നെ മലയാളികളാണ്, 2 പടം കാണും. നല്ല സിനിമയാണെങ്കിൽ നമ്മൾ നല്ലതിനെ നല്ലതായിട്ട് തന്നെ പറയും. സോ മലയാളത്തിന് അങ്ങനെ ഒരു പവർ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇവിടെ അവസരമുണ്ട്, സ്പേസ് ഉണ്ട്. ലാലേട്ടനാണെങ്കിൽ അങ്ങനെ ഈഗോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനുമാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടും രണ്ട് കൈൻഡ് ഓഫ്, രണ്ട് രീതിയിൽ, 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന പടങ്ങളാണ്. ഇത് ഈ പറഞ്ഞ പോലെ സത്യനന്ദിക്കാട് ലാലേട്ടൻ പടം എന്ന് കാണുമ്പോൾ, മറ്റേ നമ്മൾ പുതിയൊരു എക്സ്പീരിയൻസ്, പുതിയൊരു എക്സ്പെരിമെന്റ്, പ്ലസ് ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പരിപാടികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. വിഷ്വൽ സൗണ്ടിങ് ആണെങ്കിലും വിഷ്വൽ ഇഫക്റ്റ് ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും കഥ കൊണ്ടാണെങ്കിലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പോകുന്നുള്ളത്. പല ആളുകളും പറഞ്ഞു കേട്ടു ഹോളിവുഡിലെ 80s കഥകൾ എടുത്ത് ഇപ്പോൾ ഇവിടെ പുതുക്കി കോപ്പി അടിച്ച് ചെയ്യണമെന്നൊക്കെ. കോപ്പി ആവട്ടെ, എന്തുമാവട്ടെ, എങ്ങനെയാവട്ടെ, ഹോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ മുൻപിലാണ് ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നത്. ബിക്കോസ് ഓഫ്, അല്ലെങ്കിൽ ഇൻ ദ സെൻസ് ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ എത്രയോ മുമ്പിലാണ്. സോ ആ ടെക്നോളജി നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ ആ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന രീതിയിലൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഇൻഡസ്ട്രി ആണെന്ന് ആലോചിക്കണം. സോ അതൊക്കെ ഇവിടെ പറയാനുണ്ട്. പിന്നെ കഥയുടെ കാര്യത്തിലാണെങ്കിൽ അറിയാലോ, ഇപ്പോൾ ഇത്തരത്തിലൊരു പടം വളരെ റയർ ആയിട്ടാണ് മറ്റു ഭാഷകളിൽ ഇറങ്ങുന്നത്. മലയാളത്തിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം പോലെയൊക്കെയുള്ള ഒരു പ്ലോട്ട്. എന്തായാലും നാളെ പടത്തിന് പോകും. നാളെയാണോ മറ്റന്നാളാണോ? ബുധനാഴ്ച, നാളെ അല്ലേ? അല്ലല്ലോ, മറ്റന്നാളാണോ? പടത്തിന് പോകും. ബുക്കിംഗ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഏത് കാണണം എന്നൊരു പിടിയില്ല. നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ കാണുന്നവരെ